أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. صدق الله العظيم. اللهم ألهمني رشدي وأعذني من شر نفسي. اللهم ألهمني رشدي وأعذني من شر نفسي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അംഗീകരിക്കുമ്പോൾ ആ ഒരു ഈമാനിലൂടെ, ആ ഒരു കലിമയിലൂടെ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള പൂർണ്ണമായൊരു അനുസരണയും അള്ളാഹുവിനോടുള്ള തികഞ്ഞ അടിമത്വവുമാണ് അതിലൂടെ ആ മനുഷ്യൻ അംഗീകരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ഒരു കലിമ, ഈ ഒരു ഇസ്ലാം എന്ന ജീവിത സംഹിത, ഇത് ഒരു മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവൻ്റെ അള്ളാഹുവിനോടുള്ള സമ്പൂർണമായ അടിമത്വമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വെറും വചനത്തിലൂടെ, വെറും വാക്കുകളിലൂടെയുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു ഈമാൻ, അത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മനുഷ്യൻ ഈ ഒരു അടിമത്വത്തിന്, അള്ളാഹുവിൻ്റെ മുന്നിലുള്ള ഈ പൂർണ്ണ അനുസരണയ്ക്ക് വിധേയനാകുന്നുണ്ടോ എന്നത് പരീക്ഷിച്ചറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പല രീതിയിലുള്ള ഇബാദത്തുകൾ, പല രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യേണ്ട നമസ്കാരം പോലുള്ള ഇബാദത്തുകളും നോമ്പ് പോലുള്ള ഇബാദത്തും, മനുഷ്യൻ്റെ സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ട സക്കാത്ത് പോലുള്ള ഇബാദത്തും, മനുഷ്യൻ്റെ ശരീരവും സമ്പത്തും ഒരേ സമയം ചിലവഴിക്കേണ്ടി വരുന്ന ഹജ്ജ് പോലുള്ള ഇബാദത്തുകളും, ഇതെല്ലാം അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്നത് അള്ളാഹുവിനോടുള്ള ആ ഒരു അടിമത്വം മനുഷ്യൻ പൂർണ്ണമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇബാദത്ത് എന്നാണ് പറയുന്നത്. അള്ളാഹുവിനോടുള്ള അടിമത്വം, അള്ളാഹുവിൻ്റെ മുന്നിലുള്ള മനുഷ്യൻ്റെ ദാസവൃത്തിയാണിത്. അള്ളാഹുവിനോടുള്ള സ്നേഹം, സമർപ്പണം, ഇത് മനുഷ്യന് പ്രകടിപ്പിക്കാനുള്ള ചില കാര്യങ്ങളായിട്ടാണ് അള്ളാഹു ഈ ഇബാദത്തുകൾ നൽകിയിരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായുള്ള ഒരു കാര്യമാണ് സമ്പത്തിനോടുള്ള താല്പര്യം, പണത്തോടുള്ള ആഗ്രഹം എന്നുള്ളത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ചിരിക്കുന്ന ഒരു പൊതു നിയമമാണ്, മനുഷ്യൻ്റെ ഒരു പൊതുവായ അവസ്ഥയാണ്. മനുഷ്യന് എപ്പോഴും സമ്പത്തിനോടുള്ള ആഗ്രഹം, പണത്തോടുള്ള കൊതിയുണ്ടാകും. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും മരണത്തെ ഭയക്കുന്നതും. പണത്തോട് തീരെ താല്പര്യമില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ജീവിക്കാനുള്ള ആഗ്രഹമോ മരണത്തോടുള്ള ഭയമോ ഉണ്ടാകുകയില്ലായിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം മനുഷ്യൻ്റെ ഉള്ളിലുള്ള പണത്തോടുള്ള ആഗ്രഹമാണ്. ഇത് അല്ലാഹു മനുഷ്യന് ജന്മന നിശ്ചയിച്ച് തന്നിട്ടുള്ള മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. എന്നാൽ ഈ ഒരു ആഗ്രഹം, പണത്തോടുള്ള ഈ സ്നേഹം, ഇതിനേക്കാൾ മുകളിലാണ് എനിക്ക് എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം എന്നതൊരു മനുഷ്യൻ പ്രകടിപ്പിക്കേണ്ട ഘട്ടമായിട്ടാണ് അള്ളാഹു സാമ്പത്തികമായ ഇബാദത്തുകൾ നൽകിയിട്ടുള്ളത്. മനുഷ്യൻ അവൻ്റെ സമ്പത്ത് ചിലവഴിച്ച് ചെയ്യേണ്ടതായ ഓരോ ഇബാദത്തുകളും, അതിലൂടെ അള്ളാഹു മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആ സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ മനസ്സിൽ സമ്പത്തിനോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി അതിന് മുകളിലാണ് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ച നിർദ്ദേശങ്ങൾ, എൻ്റെ റബ്ബിനോട് എനിക്കുള്ള സ്നേഹവും അനുസരണയും ഈ സമ്പത്തിനോടുള്ളതിനേക്കാൾ എനിക്ക് കൂടുതലാണ് എന്നത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണ്. ഈ ഒരു അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പരാമർശിച്ചിട്ടുള്ളത്.
മനുഷ്യന് സ്വാഭാവികമായി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വിശേഷണമായിട്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് പിശുക്ക് എന്നുള്ളത്. എല്ലാ മനുഷ്യനും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സ്വാഭാവികമായ കാര്യമാണ് പിശുക്ക്. അത് ഒരു മനുഷ്യന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചാൽ, അള്ളാഹു മനസ്സിൽ നിശ്ചയിച്ചു തന്നിട്ടുള്ള പിശുക്കിൽ നിന്നും ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ സാധിച്ചാൽ അവരാണ് വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മഹാന്മാരായ സഹാബാക്കളെ നോക്കിയാൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ, പരിശുദ്ധ ദീനിന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ സമ്പത്ത് ചിലവഴിക്കുന്ന വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും യാതൊരു വിധത്തിലുള്ള മറ്റ് താല്പര്യങ്ങളും അവരെ തീരെയും സ്വാധീനിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന ഒരു സംഘത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ധനം സമാഹരിക്കാൻ കൽപ്പിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം അവരെ കൊണ്ട് സാധിക്കുന്ന പോലെയുള്ള സമ്പത്ത് കൊണ്ടുവന്നു. ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ വീട്ടിൽ എന്ത് ബാക്കി വെച്ചു എന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്ത് ബാക്കിയുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇവിടെ എത്ര കൊണ്ടുവന്നോ അത്ര തന്നെ എൻ്റെ വീട്ടിലും ബാക്കിയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്ത് ബാക്കിയുണ്ട്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹും അവന്റെ റസൂലും മാത്രം ബാക്കിയുണ്ട്. ബഹുമാനികളെ, ഒരു പൈസ പോലും വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി വെക്കാതെ അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോൾ നാളെ ഞാൻ എന്ത് ചെയ്യും എന്ന ചിന്തയ്ക്ക് പോലും ഒരു പ്രസക്തിയുമില്ലാതെ മുഴുവൻ സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് മുന്നിൽ, അള്ളാഹുവിനോടുള്ള എൻ്റെ അനുസരണയുടെ മുന്നിൽ എൻ്റെ സമ്പത്തിനോടുള്ള സ്നേഹം ഒന്നുമല്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് മഹാന്മാരായ സഹാബാക്കൾ. അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ അഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹു മനുഷ്യരിൽ നിന്നും മനുഷ്യരുടെ സമ്പത്തും അവരുടെ ശരീരങ്ങളും വാങ്ങിയിരിക്കുകയാണ്, അതിന് പകരമായി സ്വർഗം നൽകാമെന്ന ഉറപ്പിന്റെ പേരിൽ അള്ളാഹു നടത്തിയ ഒരു ഇടപാടാണിത് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുകൊണ്ട് ആ ഒരു കച്ചവടത്തിൽ സമ്പൂർണമായ വിശ്വസ്തത കാണിച്ച്, അള്ളാഹു എന്നിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ സമ്പത്തും എൻ്റെ ശരീരവും, അള്ളാഹു ആവശ്യപ്പെട്ടാൽ അത് നൽകുന്നതിൽ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് സഹാബാക്കൾ. ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. മറിച്ച് നമ്മോടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശം, അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള സക്കാത്ത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നിന്റെ സമ്പത്തിന്റെ 40-ൽ ഒരു ഭാഗം അവകാശപ്പെട്ട പാവങ്ങൾക്ക് കൊടുക്കാനാണ്. ഒരു മനുഷ്യന് സമ്പത്തിൽ 40-ൽ ഒരു ഭാഗം മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നത്, അതും ഒരു വർഷമായ ആ സമ്പത്ത് അവന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാണ്. ഹജ്ജ് നിർവഹിക്കാനാണെങ്കിൽ ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയത്. ഇത്രയെങ്കിലും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ നമ്മുടെ സമ്പത്തിനെ മാറ്റിവെക്കാൻ, നമ്മുടെ പണത്തോടുള്ള സ്നേഹം മാറ്റിവെച്ച് അള്ളാഹുവിന് വേണ്ടി നമ്മുടെ സമ്പത്ത് ചിലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വർഗത്തിന് പകരം വാങ്ങി എന്ന് പറഞ്ഞ ഈ സമ്പത്ത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നമുക്ക് കൃത്യമായി കൊടുക്കാൻ, ഈ ഇബാദത്തുകൾ നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ സഹാബാക്കൾ പോയ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? ബഹുമാനികളെ, പിശുക്ക് മനുഷ്യന് അള്ളാഹു സ്വാഭാവികമായി നൽകിയതാണ്. മനുഷ്യന്റെ പിശുക്കിനെ കുറിച്ച് വളരെ രസകരമായ ഒരു ഉദാഹരണം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ആ ഉദാഹരണം മനസ്സിലാക്കാൻ ആദ്യമായി ഒരു ഹദീസ് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർളി, ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലത. നിങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും, ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും, ഇത്രയും കാലഘട്ടം കൊണ്ട് വരാനിരിക്കുന്ന മുഴുവൻ ജിന്നുകളും എല്ലാവരും കൂടി ഒരു മൈതാനത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് ഫസഅലൂനി, അവരെല്ലാവരും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും എന്നോട് ചോദിച്ചാൽ, അള്ളാഹു പറയാണ്,
മുഴുവൻ സൃഷ്ടികളും അവരുടെ മുഴുവൻ ആഗ്രഹങ്ങളും എന്നോട് ചോദിച്ചാൽ. മറ്റൊരു ഹദീസിൽ പറയുന്നു, ഓരോ സൃഷ്ടിയുടെയും മനസ്സിൽ അവർക്ക് എന്തൊക്കെ വേണമെന്ന് ഞാൻ തോന്നിപ്പിച്ചു കൊടുത്തിട്ട് അതെല്ലാം അവരെന്നോട് ചോദിക്കുകയും ചെയ്താലും ആ ചോദിച്ച ഓരോരുത്തർക്കും അവരാഗ്രഹിച്ച, അവർ പ്രതീക്ഷിക്കുന്ന, അവർ ചിന്തിക്കുന്ന, സ്വപ്നം കാണുന്നതിൻ്റെ അങ്ങേറ്റമുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ പൂർണ്ണമായി നിർവഹിച്ചു കൊടുക്കുകയും ചെയ്താലും ഒരു സൂചി കടലിൽ മുക്കിയിട്ടെടുക്കുമ്പോൾ ആ കടലിൽ ഈ ഒരു തുള്ളി വെള്ളം എടുത്തതിന്റെ പേരിൽ എത്ര കുറവ് വരുമോ അത്ര കുറവ് മാത്രമേ എൻ്റെ ഖജനാവിൽ വരികയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹുവിന്റെ ഖജനാവിന്റെ വിശാലതയെ കുറിച്ച് വർണ്ണിച്ച ഒരു ഹദീസാണിത്. ഈ ഒരു സംഭവം, ഈ ഒരു ഹദീസ് മുന്നിൽ വെച്ച് നാം മനസ്സിലാക്കേണ്ട ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബനി ഇസ്രായീലിലൂടെ പറയുന്നത്. ഖുൽ ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി ഇദൻ ലഅംസക്തും ഖശിയത്തൽ ഇൻഫാഖ്. ഖുൽ ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി. മനുഷ്യരെ, നിങ്ങളെങ്ങാനും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഖജനാവുകൾ മുഴുവനും സ്വന്തമാക്കിയിരുന്നെങ്കിലും, ഒരു മനുഷ്യന് അള്ളാഹു ഈ പറഞ്ഞ അവന്റെ ഖജനാവുകൾ മുഴുവൻ സ്വന്തമാക്കി കൊടുത്താലും ഇതെല്ലാം അംസത്തും ഖശിയത്തൽ ഇൻഫാഖ്, ഇത് ചെലവഴിച്ചു കഴിഞ്ഞിട്ട് ഇനി എങ്ങാനും പിന്നെ എനിക്ക് വല്ല ആവശ്യവും വന്നാലോ എന്ന് കരുതി മനുഷ്യൻ അതിലും പിശുക്ക് കാണിച്ചേനെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിന്റെ വിശാലമായ സമ്പൂർണമായ ഖജനാവ് മുഴുവൻ ലഭിച്ചാൽ പോലും മനുഷ്യന്റെ പിശുക്കാകുന്ന മാനസികാവസ്ഥ അതിനെയും മികച്ചു നിൽക്കും. അതിൽ നിന്ന് പോലും ചെലവഴിക്കാൻ മനുഷ്യന്റെ മനസ്സ് പിശുക്ക് കാണിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. എന്നാൽ ഈ ഒരു പിശുക്ക്, ഇത്ര വലിയൊരു മാനസികാവസ്ഥ അള്ളാഹു തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തന്നിട്ട് ഇതിനെ പരാജയപ്പെടുത്താനുള്ള ശേഷി നിനക്കുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഇബാദത്തുകൾ നിശ്ചയിച്ചുകൊണ്ട്. അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ നിന്റെ സമ്പത്തിൽ നിന്നൊരു ഭാഗം എല്ലാ വർഷവും കൃത്യമായി പാവങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അള്ളാഹു തന്ന ഈ പിശുക്കിൽ നിന്ന് നീ രക്ഷപ്പെട്ടവനാണ്. അള്ളാഹു നിനക്ക് നിർദ്ദേശിച്ചു തന്ന ഹജ്ജാകുന്ന ഇബാദത്തിന് വേണ്ടി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലിയൊരു സംഖ്യ മാറ്റിവെക്കാൻ നിനക്ക് സാധിച്ചാൽ അള്ളാഹു നിന്റെ മനസ്സിൽ ജന്മന നിക്ഷേപിച്ചിട്ടുള്ള ആ പിശുക്കിൽ നിന്ന് നീ രക്ഷപ്പെട്ടവനാണ്. അങ്ങനെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവർ മാത്രമാണ് വിജയിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ അനുസരണ ബോധ്യപ്പെടുത്താൻ, അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മുടെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടുള്ള ചില ഇബാദത്തുകൾ നമുക്ക് നൽകിയത്. സകാത്ത് നിർവഹിക്കേണ്ടത് അത് അള്ളാഹുവിനോടുള്ള അനുസരണ പ്രകടിപ്പിക്കലാണ്. അള്ളാഹു എനിക്ക് തന്നതാണ് ഈ സമ്പത്ത്, ഒരിക്കലും എൻ്റെ യോഗ്യത കൊണ്ട് നേടിയതല്ല. ഒരു മനുഷ്യൻ അവന്റെ പരിശ്രമം കൊണ്ട് അല്ലെങ്കിൽ അവന്റെ യോഗ്യത കൊണ്ട് നേടാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഒരേ മേഖലയിൽ ഒരേ രീതിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരേ സാമ്പത്തികാവസ്ഥ ഉണ്ടാകണമായിരുന്നു. ഒരു മനുഷ്യന് അവന്റെ കഴിവുകൾ കൊണ്ട് നേടാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ സാമ്പത്തികാവസ്ഥ ഉണ്ടാകണമായിരുന്നു. പക്ഷെ ഒരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. ഇത് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്. ദുനിയാവിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലരെയും പല രീതിയിൽ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ സമ്പത്ത് എന്ന അനുഗ്രഹം ലഭിച്ചിട്ടില്ലാത്ത പാവപ്പെട്ടവരുടെ അവസ്ഥ നാം ഒന്ന് ചിന്തിച്ചാൽ, അള്ളാഹു എനിക്ക് തന്ന ഈ അനുഗ്രഹത്തോടുള്ള വില, അതിനോടുള്ള മതിപ്പ് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, ഇത് അള്ളാഹു തന്നതാണെന്നുള്ള ബോധം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, ഒരു വർഷത്തിൽ ഇതിൻ്റെ 40% ഭാഗം കൊടുക്കാൻ അള്ളാഹു നിർദ്ദേശിക്കുമ്പോൾ അതെനിക്ക് മനസ്സിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പൂർണ്ണ സന്തോഷത്തോടു കൂടി അതിൻ്റെ കൃത്യമായ രീതിയിൽ കൊടുക്കാൻ സാധിക്കണം. ബഹുമാനികളെ, സക്കാത്തിനെ കുറിച്ച് നാം എപ്പോഴും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സക്കാത്ത് ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും, ഏതൊക്കെ മാർഗത്തിലേക്ക് എത്ര വലിയ രീതിയിൽ നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാലും അതെല്ലാം നല്ലതാണ്. പക്ഷേ അതിലെല്ലാം ഉപരി ഇത് നമ്മുടെ വ്യക്തിപരമായ ഒരു ഇബാദത്താണ്. എപ്രകാരം നാം നമസ്കാരം നിർവഹിക്കുന്നോ, നാം നോമ്പ് നിർവഹിക്കുന്നോ, ഇതേപോലെ നാം നിർവഹിക്കേണ്ട വ്യക്തിപരമായ ഒരു ഇബാദത്താണ് നമ്മുടെ സക്കാത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കൃത്യമായ ഒരു കണക്ക് വേണം. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഈ വിഷയത്തിൽ നമുക്ക് സക്കാത്തിന് കൃത്യമായ ഒരു കണക്ക് വേണം. എൻ്റെ സക്കാത്ത് കൊടുക്കേണ്ട ദിവസം എന്നാണ്,
ആ ദിവസം ഞാൻ എങ്ങനെയാണ് കണക്ക് നോക്കേണ്ടത്, എൻ്റെ സമ്പത്തിന്റെ ഏതൊക്കെ സാധനങ്ങളുടെ സക്കാത്തിന് ഞാൻ കണക്ക് നോക്കണം, എത്ര പൈസയാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടി വരിക, ഇത് കൃത്യമായ ഒരു മനുഷ്യന് കണക്കുണ്ടാകണം. ആ കണക്കനുസരിച്ചുള്ള മുഴുവൻ തുകയും ഞാൻ കൃത്യമായി അതിൻ്റെ അവകാശികളിലേക്ക് കൊടുത്ത് തീർത്തിട്ടുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കാതെ ഒരു മനുഷ്യന്റെ സക്കാത്ത് പൂർണ്ണമാകില്ല. സക്കാത്തിന്റെ സമ്പത്ത് കൊടുക്കുമ്പോൾ അത് അവകാശികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇതെന്റെ സക്കാത്താണ് എന്നുള്ള നീയത്ത്, ആ ഒരു മനസ്സിൽ നിന്ന് ഇത് സക്കാത്താണെന്നുള്ള നീയത്തില്ലാതെ ഒരിക്കലും ഒരു മനുഷ്യന്റെ സക്കാത്ത് വീടുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്കൊരു കണക്ക് വേണം. നമ്മുടെ സക്കാത്ത് എപ്പോൾ കൊടുക്കണം, എത്ര കൊടുക്കണം, അത് നാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് അതിന്റെ കൃത്യമായ രീതിയിൽ തന്നെ കൊടുക്കുന്ന ശീലം ഉണ്ടാകും. ഈ ഒരു അറബി മാസം തുടങ്ങി ഒരു മാസം പൂർത്തിയാവുകയാണ്. ഒരു അറബി വർഷം തുടങ്ങി ഒരു മാസം പൂർത്തിയാവുകയാണ്. ഈ ഒരു വർഷത്തിൽ എപ്പോഴാണ് എൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെയും കയ്യിൽ കൃത്യമായ അളവുണ്ടാകണം, കൃത്യമായ ദിവസം ഉണ്ടാകണം. ബഹുമാനികളെ, നമ്മുടെ പള്ളിയിലെ പിരിവ് ഇന്നത്തേത് രോഗികളുടെ ചിലവിന് വേണ്ടി നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട രോഗികളുടെ ചികിത്സ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും അതിൽ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സക്കാത്ത് നമ്മുടെ കയ്യിൽ കൃത്യമായ ഒരു കണക്ക് വെച്ച് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി കൃത്യമായ കണക്കനുസരിച്ച് കൊടുക്കാൻ സാധിക്കണം. അല്ലാതെ ഏതെങ്കിലും മാർഗങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ ചെലവഴിച്ചു പോയത് അതിലൂടെ എൻ്റെ സക്കാത്ത് വീടിയിട്ടുണ്ടാകുമെന്ന് കരുതി തൃപ്തിപ്പെട്ടിരിക്കേണ്ടതല്ല. ഇത് അള്ളാഹുവിനോടുള്ള എൻ്റെ സമർപ്പണം, എൻ്റെ സ്നേഹം ബോധിപ്പിക്കാനുള്ള അവസരമാണ്. എപ്രകാരം ഞാൻ നമസ്കാരം നിർവഹിക്കുന്നോ, അള്ളാഹുവിന് വേണ്ടി അവന്റെ മുന്നിൽ വന്ന് സുജൂദിൽ കിടക്കുന്നോ, എപ്രകാരം ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടന്ന് നോമ്പനുഷ്ഠിക്കുന്നു, ഇതുപോലെ അള്ളാഹു പറഞ്ഞതുപോലെ കൃത്യമായ രൂപത്തിൽ എൻ്റെ സമ്പത്ത് ചിലവഴിച്ചുകൊണ്ട് ഞാൻ നിർവഹിക്കേണ്ട ഇബാദത്താണ് സക്കാത്ത്. ഇതേ രീതിയിൽ തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോട് ചേർത്ത് പറഞ്ഞ ഇബാദത്താണ് സക്കാത്ത്. അതുകൊണ്ട് സക്കാത്ത് നിർവഹിക്കുന്ന വിഷയത്തിൽ എല്ലാവരും അതിന്റെ കൃത്യമായ രീതി തന്നെ, കൃത്യമായ അതിന്റെ ശരീഅത്ത് പഠിപ്പിച്ച രീതി തന്നെ സ്വീകരിക്കുക. ഏറ്റവും സമ്പൂർണമായ രീതിയിൽ 100% ഉറപ്പിച്ചു പറയാൻ സാധിക്കണം, എൻ്റെ സക്കാത്ത് കൃത്യമായി വീടിയിട്ടുണ്ടെന്ന്. ഈ രീതിയിൽ അള്ളാഹുവിനോടുള്ള സമർപ്പണം, അനുസരണ പ്രകടിപ്പിക്കുന്ന യഥാർത്ഥ അർത്ഥമുള്ള ഒരു ഇബാദത്തായി നമ്മുടെ സക്കാത്തുകൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ ഇബാദത്തുകളും അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ, കൃത്യമായ രീതിയിൽ, ശരിയായ മാനസികാവസ്ഥയിൽ, ശരിയായ അനുസരണബോധത്തോടുകൂടി നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹജ്ജിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 7-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഏതെങ്കിലും രീതിയിൽ അതിന് സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് വരണമെന്നും, ഇതും അള്ളാഹു എനിക്ക് അതിനുള്ള ഒരു അവസരം തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനുള്ള സാമ്പത്തികാവസ്ഥ അള്ളാഹു തന്നെ തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി സാധിക്കുന്നവരെല്ലാം അതിനുവേണ്ടി തയ്യാറെടുക്കും. എത്രയും വേഗം അതിനുവേണ്ടിയുള്ള ബാക്കി തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയായ കാര്യങ്ങളിൽ മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി.